ഇതുപോലത്തെ ഒരു മുംബൈ ടീമിനെയാണ് ആരാധകർ സ്വപ്നം കണ്ടത്. ബൗളിംഗിൽ ബുംറയ്ക്ക് 5 വിക്കറ്റ്, ബാറ്റിംഗിൽ സൂര്യകുമാർ 17 ബോളിൽ 50 അടിച്ചു, ഓപ്പണിംഗിൽ രോഹിത് ഷാന്റെ വെടിക്കെട്ട്. ഇതുപോലത്തെ ഒരു മുംബൈ ടീമിനെ ഏത് ടീമുകളും ഭയക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് കളി ജയിച്ച ശേഷം രോഹിത് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. RCB ശരിക്കും നാണം കെട്ടു. ഇത്രയും മികച്ച ടാർഗറ്റ് എടുത്തിട്ടും RCBക്ക് കളി ജയിക്കാൻ സാധിച്ചില്ല. ദിനേശ് കാർത്തിക് മികച്ച പ്രകടനമാണെന്ന് പുറത്തെടുത്തത്. ഇന്ന് കളി ജയിച്ച ശേഷം രോഹിത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങളിപ്പോൾ ട്രാക്കിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അടുപ്പിച്ച് 2 മാച്ച് ജയിച്ചിട്ടുണ്ട്. ആദ്യത്തെ 3 കളി തോറ്റപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും സങ്കടമുണ്ടായിരുന്നു. ഞങ്ങൾ ടീമിലെ താരങ്ങൾ തമ്മിൽ തർക്കങ്ങളായിരുന്നു. എന്നാൽ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ സംസാരിച്ച് തീർത്തിരിക്കുകയാണ്. ഇപ്പോൾ പാണ്ഡ്യയും ഞാനും സുഹൃത്തുക്കളാണ്. ഇന്ന് RCBക്കെതിരെ കളി വന്നപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു. കാരണം കോഹ്ലി മികച്ച ഫോമിലാണ്. ഓറഞ്ച് ക്യാപ്പ് കോഹ്ലിയുടെ കയ്യിലാണ്. അതുകൊണ്ട് അവനെ എന്ത് വില കൊടുത്ത് ഞങ്ങൾക്ക് പൂട്ടണം. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മികച്ച രീതിയിൽ കളിച്ചു. വിചാരിച്ചതുപോലെ തന്നെ വിജയം നേടിയെടുത്തു. കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരുന്ന മാച്ചിൽ ഇതേ കളി ആവർത്തിക്കുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. മുംബൈ ഫാൻസ് ആവേശത്തിലാണ്. മുംബൈ തിരിച്ച് ട്രാക്കിലേക്ക് എത്തി. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഇപ്രാവശ്യം മുംബൈക്ക് കപ്പ് നേടാം. അതുപോലത്തെ ബാറ്റിംഗും ബൗളിങ്ങുമാണ് മുംബൈ കാഴ്ചവെക്കുന്നത്. ബുംറ ഫോമായപ്പോൾ RCB ശരിക്കും ഡൗണായി. കാർത്തിക് ഒറ്റയ്ക്ക് നിന്ന് പോരാടിയെങ്കിലും RCB ടീമിനെ ജയിപ്പിക്കാൻ സാധിച്ചില്ല. മുംബൈക്ക് RCB ഒരു എതിരാളി പോലുമല്ലായിരുന്നു. 15 ഓവറിലാണ് 199 റൺസ് മുംബൈ മറികടന്നത്. ഇങ്ങനെയാണെങ്കിൽ 20 ഓവർ ബാറ്റ് ചെയ്താൽ മുംബൈ ഉറപ്പായിട്ടും 250 റൺസ് കടക്കും. ഓപ്പണിങ്ങിലെ രോഹിത് ശർമ്മയുടെയും ഇഷാന്റെയും കൂട്ടുകെട്ടാണ് മുംബൈക്ക് ഇന്ന് മികച്ച വിജയം സമ്മാനിച്ചത്. എന്നാൽ സൂര്യകുമാർ ഇങ്ങനെ അടിച്ചു കളിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. സൂര്യ ഫോമിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.